ഈ കാലഘട്ടം അതിശക്തമായ ഒരു ആത്മീയ യുദ്ധത്തിനാണ്. വി ആർ ഇൻ എ സ്പിരിച്വൽ വാർ. വി ആർ ഇൻ എ സ്പിരിച്വൽ വാർ. യുദ്ധത്തിലാണ് എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഒരു വലിയ യുദ്ധത്തിലാണ് പ്രിയപ്പെട്ട ദൈവമക്കൾ നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. അതായത് പിശാചിനെതിരെ അതിശക്തമായ യുദ്ധത്തിലാണ്. എന്താണ് പിശാച്? എന്താണ്? എങ്ങനെ പിശാചിനെ അറിയണേ? ഈശോ പറഞ്ഞിട്ടുണ്ട്, ഫലങ്ങളിൽ നിന്ന് വൃക്ഷത്തെ നമുക്ക് അറിയാം. എന്താണ് പറഞ്ഞത്? ഇപ്പൊ ഫലങ്ങള്, ഇപ്പൊ വ്യഭിചാരം, മദ്യപാനം, ദൈവപ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തി, അനുസരണക്കേട്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവിടെ പിശാചിന്റെ ശക്തമായ സാന്നിധ്യം ആ ജീവിതത്തില്, ആ വ്യക്തിയില്, ആ കുടുംബത്തില്, ആ സഭയില്, ആ സമൂഹത്തില് ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ അത്ര എന്ന് നോക്കി, എവിടെ നോക്കി? അതിശക്തമാണ് യുദ്ധം, അതിശക്തമാണ്. ഇപ്പൊ സഭയിൽ പോലും ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, ഈ ആണും കല്യാണം കഴിച്ച് ജീവിക്കുന്നവരെ ആശീർവദിക്കാൻ സഭയിൽ നിയമം ഉണ്ടാക്കി. ബ്ലെസ് ചെയ്യണമെന്നവരെ. എന്തു വാപ്പില്? സോദോം ഗൊമോറ, അതുപോലെ അഗ്നിയും ഗന്ധകവും വർഷിച്ച് കർത്താവ് നശിപ്പിച്ച് കളഞ്ഞ സ്ഥലമാണ് സോദോം ഗൊമോറ. ഒറ്റ കാര്യമുള്ളൂ, ആണും തമ്മില്, പെണ്ണും തമ്മില് ഹോമോസെക്ഷ്വാലിറ്റി, ഈ അടിസ്ഥാനത്തിൽ അതിന് കർത്താവ് ശപിച്ച് തള്ളിയ സ്ഥലമാണ്. ദൈവം സഹായിച്ച് സഭ അങ്ങനെ പറഞ്ഞെങ്കിലും ഒത്തിരി ബിഷപ്പുമാരും പല സ്ഥലങ്ങളിലുമുള്ള ലോക്കൽ സഭകളും അത് ചെയ്യില്ല എന്ന് പറഞ്ഞ് അതിനെതിരെ ശക്തമായ നിലപാടെടുത്തു. ദൈവാനുഗ്രഹം. ഹല്ലേലൂയ. അവിടെ പിശാചുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സഭയില് ഒരു കല്യാണമുണ്ട്. അതായത് ക്രിസ്ത്യാനിയും അക്രൈസ്തവനും തമ്മിൽ കല്യാണം നടക്കുകയാണെങ്കിൽ കാനൻ ലോ പ്രകാരം സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയാ, ഞാനിങ്ങനെ പറയും, ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങളെ ചെയ്യാൻ വേണ്ടിയല്ല പറയണേ, ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞേ. അത് സഭയിൽ അനുവദനീയമാണ്. ഡിസ്പാരിറ്റി, രണ്ട് കൾട്ടാണ്. ഞാൻ ക്രിസ്ത്യാനി, അവൾ ഹിന്ദു. എനിക്ക് അവളെ മാമോയിസ മുക്കാണ്ട് പള്ളി കൊണ്ടുവന്ന് കെട്ടിക്കാം. അവള് പറയണം, ഞങ്ങൾ എന്താ പറയുക, ഉണ്ടാകുന്ന കൊച്ചങ്ങളെ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് വളർത്തിക്കൊള്ളാം എന്നുള്ള കോൺട്രാക്ട് ഉണ്ടെങ്കിൽ പള്ളി വന്ന് കുദാശൊന്നുമില്ല, ഒരു ചടങ്ങ് പോലെ കല്യാണം നടത്താന്ന് വചനം പറഞ്ഞേ. ആണും പെണ്ണും തമ്മിൽ കത്തോലിക്ക സഭ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മാമോദിസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെ ദൈവമായ കർത്താവ് ഒരു കൂദാശയുടെ തലത്തിലേക്ക് ഉയർത്തി. അതാണ് വിവാഹം. എന്താണ് വിവാഹം? മാമോദിസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹ ഉടമ്പടിയെ ദൈവമായ കർത്താവ് കൂദാശയുടെ തലത്തിലേക്ക് ഉയർത്തി. അതാ വിവാഹം. എന്തു വേണം? അടിസ്ഥാനപരമായിട്ട് രണ്ടുപേരും മാമോദിസ സ്വീകരിച്ചിരിക്കണം. ഇനി കെട്ടാൻ വേണ്ടി മാമോദിസ സ്വീകരിക്കുന്ന പരിപാടിയില്ല. മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായിട്ടുള്ളവനായിരിക്കണം, അവളായിരിക്കണം. രണ്ട് കൂദാശ. ഇവിടെ കൂദാശയില്ല. ഡിസ്പാരിറ്റി ഓഫ് കൾട്ടിൽ കൂദാശയില്ല. അദൃശ്യമായ പ്രസാദവരത്തിന്റെ ദൃശ്യമായ അടയാളമാകുന്ന കൂദാശ ഇല്ലാതെ കുടുംബജീവിതം ആരംഭിക്കണേ. അതിന് സഭ അംഗീകരിച്ചേക്ക. അതും പൈശാചികമാണ്. ഇന്നത്തെ പോക്കുകളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് പൈശാചികമായ ശക്തമായ ഒരു ആധിപത്യത്തിന്റെ നിയന്ത്രണത്തിൽ പോകുമ്പോൾ ഇവിടെ നമ്മൾ യുദ്ധം ചെയ്യണം. ആർക്കെതിരെ യുദ്ധം? മക്കൾക്കെതിരെയാണോ? ഈ മക്കളെ നയിക്കുന്ന പിശാച്. എൻ്റെ പ്രിയപ്പെട്ട, ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും പിശാചിന്റെ വശീകരണത്തിന്റെയും, അതോടൊപ്പം സിനിമകൾ. ഇപ്പൊ കുറെ സിനിമ ഇറങ്ങിയിട്ടല്ലോ, ഗേ മാരേജിന് എന്നൊരു കാതലോ എന്തോ പിശാചിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ഗേ മാരേജിനെ ന്യായീകരിക്കുന്നു. അവന്റെ ഉണ്ടാക്കിയോ പറഞ്ഞു, എൻ്റെ ഈ സിനിമ കണ്ടിട്ട് ഒരു 10 ഡൈവോഴ്സെങ്കിലും അല്ലെങ്കിൽ 10 പേര് ഇങ്ങനെ ജീവിച്ചാൽ ഞാൻ കൃതാർത്ഥനാണ്. ദുഷ്ടൻ പിശാച്. എൻ്റെ സിനിമ കണ്ട് ഈ മക്കൾ വഴിപിഴച്ചു പോയാൽ, ഗേ മാരേജ് പെട്ടുപോയാൽ, അല്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഭാഗ്യവാനാണെന്ന് ഇവൻ പറയുക. പിശാച് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന ശക്തമായ പൈശാചികത. ഇന്ന് വചനം പറഞ്ഞ പോലെ നിങ്ങളുടെ ശത്രു 1 പത്രോസ് 5:8, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. അവനെല്ലാം പിടിച്ചെടുത്തു. ഗവൺമെന്റുകളെ പിശാച് പിടിച്ചെടുത്തു, ഭരണാധികാരികളെ പിശാച് പിടിച്ചെടുത്തു, UN പോലുള്ള വലിയ വലിയ സംഘടനകള് പിശാച് പിടിച്ചെടുത്തു. നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ നിയമങ്ങളും പാസ്സാക്കുന്നത് ഈ വചനത്തിനെതിരെ, വിശുദ്ധിക്കെതിരെ നിയമങ്ങൾ പാസ്സാക്കുന്നു ഗവൺമെന്റുകള്. ഗേ മാരേജ് കുഴപ്പമില്ല, ഗർഭചിത്രം കുഴപ്പമില്ല, ലിവിങ് ടുഗദർ കുഴപ്പമില്ല, മിശ്ര വിവാഹം കുഴപ്പമില്ല, ഗർഭചിത്രം കുഴപ്പമില്ല, പിന്നെ എന്തുകൊണ്ട് കുഴപ്പമുള്ള? ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്.
അവർക്ക് പറ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനെയും പിശാച് ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു. നിയമ സംവിധാനങ്ങൾ എല്ലാം പിശാച് കൈയടക്കി. സിനിമകൾ, ഹോളിവുഡ് പിശാച് കീഴടക്കി. സിനിമകൾ പിശാച് കീഴടക്കി. ഭരണാധികാരിമാരെ പിശാച് കീഴടക്കി. ഈവൻ നമ്മുടെ പ്രിയപ്പെട്ട കത്തോലിക്ക സഭയുടെ അധികാരികളെ പോലും പിശാച് കീഴടക്കി, അടിമപ്പെടുത്തി. ഫലങ്ങൾ നോക്കിയാൽ മതി, വൃക്ഷം അറിയാൻ പറ്റും, ഏത് വൃക്ഷം അറിയാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു യുദ്ധത്തിൽ നമ്മൾ ദൈവമക്കൾ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആണ് എൻ്റെ പോയിന്റ്. അത് എന്ത് വേണം? നമുക്ക് ആത്മീയ യുദ്ധത്തിൽ നമുക്ക് ആത്മീയമായ സഹായം, ആത്മീയരുടെ സഹായം കൂടിയേ തീരൂ. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പിശാച് ഇതുപോലെ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ ഈ പിശാചിനെതിരെ നമുക്ക് യുദ്ധം ചെയ്യാനുള്ള കഴിവോ ശക്തിയോ എനിക്കോ നിനക്കോ ഇല്ല. കാരണം നമ്മൾ വെറും മനുഷ്യരാണ്. പിശാച് നിസ്സാരക്കാരനൊന്നുമില്ല, അവന് ശക്തിയുണ്ട്. പക്ഷെ അവൻ മാലാഖിയാണ്, വീണുപോയെന്ന് മാത്രമേ ഉള്ളൂ. ശക്തിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അവൻ അത്ഭുതം ചെയ്യാൻ പറ്റും, രോഗശാന്തി ചെയ്യാൻ പറ്റും, ഭാവി പ്രവചിക്കാൻ പറ്റും, അവന് സമ്പത്ത് തരാൻ പറ്റും. അതല്ലേ സാത്താൻ ഈശോയോട് പറഞ്ഞ് ലൂക്ക 4 കർത്താവ് പറഞ്ഞ് മലമുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആരോടാ പറഞ്ഞ്? പിശാച് ഈശോയോട് പറയാ, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാ മതി, ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. ചിലപ്പോൾ വലിയ ബിസിനസ് അങ്ങോട്ട് ഒരുക്കി തരും പിശാച്. ചില പിള്ളേർക്ക് ഭയങ്കര വിജയം അങ്ങോട്ട് കൊടുക്കും പിശാച്. ചില പിള്ളേർക്ക് സൗന്ദര്യം അങ്ങോട്ട് ഒരുക്കി കൊടുക്കും ഭയങ്കര സെറ്റപ്പായിട്ട്. ചിലർക്ക് സാഹചര്യങ്ങൾ കൊടുക്കും. പ്രിയപ്പെട്ടവർ, അതൊന്നും ദൈവികമാണെന്ന് കരുതരുത്. പിശാചിന് സമ്പത്ത് തരാൻ പറ്റും. ചാത്തസേവ ചെയ്യുന്നവർക്ക് സമ്പത്ത് ഉണ്ടാവണില്ലേ? ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നില്ലേ? കൂടോത്രം ചെയ്യുന്നവര് ഈ ഇസ്ലാമിക ജീവൻ ഉപയോഗിച്ചുകൊണ്ട് ഹലാലും ഉദിയും ക്ഷുദ്രവസ്തു ഇട്ട് അനേകം ബിസിനസ്സുകൾ പിടിച്ചെടുത്തില്ലേ? അവർക്ക് ശക്തിയുണ്ട്. ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു ആത്മീയമായ, അച്ഛൻ പക്ക സ്പിരിച്വൽ കാര്യം പറയാ, ഈ ആത്മീയമായൊരു തലം കാണാതെ നമ്മൾ ജീവിക്കാൻ നോക്കിയതിന് ശരിയാവില്ല. ക്രിസ്ത്യാനി പൊട്ടന്മാരോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊന്നുമില്ല, ഇതൊന്നുമില്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ല, അത് വെറുതെ അന്ധവിശ്വാസമാണ്, ആഭിചാരമില്ല, ക്ഷുദ്രമില്ല, ഹലാലില്ല, ലൗചികാതില്ല എന്നൊക്കെ പറഞ്ഞ പൊട്ടന്മാര് ക്രിസ്ത്യാനി അവസാനിച്ചത് പെട്ട്. ഇപ്പൊ ഇവിടെ ഈ കാഴ്ച ഞാൻ പറയണ കാര്യം, ഈ 2 ആഴ്ച കുറെ ആരും ഇവിടെ കാണാൻ വന്നു. ഈ ആഭിചാരത്തിൽ കുടുങ്ങി, വശീകരണത്തിൽ കുടുങ്ങി, ക്ഷുദ്രശക്തിയിൽ കുടുങ്ങി നശിച്ച അനേകം ബിസിനസ്സുകാര്, ജോലിക്കാര്, മക്കള്, കുടുംബങ്ങള്. നമുക്കെന്താ പറ്റി? ഈ ആത്മീയമായ യുദ്ധം തിരിച്ചറിയാതെ, ശരിക്കും മനസ്സിലാക്കിക്കോ, ഈ ആത്മീയമായ യുദ്ധം തിരിച്ചറിയാതെ നമ്മളിന്ന് സാധാരണ പോലെ ഫുഡ് കഴിച്ച് വെള്ളം അടിച്ചും കറങ്ങാന് പോയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഒരു ആത്മീയമായ തലത്തെ നമ്മൾ നമുക്ക് വേണ്ടി ഒരുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണുപോയ മാലാഖമാർക്കെതിരെ നമുക്ക് ആ യുദ്ധം ചെയ്യാൻ വീഴാത്ത മാലാഖമാരെ തന്നെ നമ്മൾ കൂട്ടിന് വിളിച്ച് കൂടെ നിർത്തണം. നീ തോറ്റു, നമ്മുടെ കുടുംബങ്ങൾ തോൽക്കും, നമ്മുടെ പാരമ്പര്യം തോക്കും, സഭ തോക്കും. ഈ സ്വർഗത്തിന്റെ സഹായം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലും, അതുകൊണ്ട് ഈ മാലാഖമാരെ, ഈ അരൂപികൾ നേരിടാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക. നമുക്ക് ആര് വേണം? ദൈവം കൂടെ വേണം. ഈ അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, ദൈവം +1 man ഈസ് ആൻ ആർമി. ദൈവത്തിന്റെ കൂടെ നീ നിന്നാൽ അതൊരു വലിയ സൈന്യമാണ്. നമ്മളൊക്കെ ലാവിഷാണ്, എല്ലാ സുഖവും വേണം, എല്ലാം മുട്ടുകുത്താൻ പറ്റില്ല, കൈ പൊക്കാൻ പറ്റത്തില്ല, ഉപവസിക്കാൻ പറ്റത്തില്ല, ത്യാഗം കൊടുക്കാൻ പറ്റത്തില്ല, പള്ളി പോകാൻ നേരത്തെ എഴുന്നേക്കാൻ പറ്റത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് പറ്റത്തില്ല. നമ്മളൊക്കെ ലാവിഷാണ്. ഇങ്ങനെ പറയും, യു കനോട്ട് സക്സീഡ് വെൻ ദ എന്താ പറയാ ഫുൾ ടൈം സൈറ്റൻ എതിരെ പാർട്ട് ടൈം ക്രിസ്ത്യാനിയായി ജീവിച്ചാൽ, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, യു കനോട്ട് സക്സീഡ്, യു കനോട്ട് വിൻ. ഫുൾ ടൈം ആണ് പിശാച്, നീ പാർട്ട് ടൈം ക്രിസ്ത്യാനി. വല്ലപ്പോഴും പള്ളി പോവും, വല്ലപ്പോഴും കുമ്പസാരിക്കും, സമയമുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥന നടത്തും. നീ പാർട്ട് ടൈം ആയാൽ ഇനി ജീവിക്കാൻ പറ്റില്ല. യു ഷുഡ് ബിക്കം എ ഫുൾ ടൈം ക്രിസ്ത്യൻ. ഹല്ലേലൂയ. നമുക്കൊക്കെ 50-50, അക്കത്തിൽ വെള്ളം ചേർത്ത് മായം ചേർത്ത്, ഒന്നിനും പ്രാധാന്യമില്ല, ഒന്നിനും വിലയില്ല, ഒന്നിനും സമയമില്ല. കൂദാശകളെ മുഴുവൻ മ്ലേച്ഛമാക്കി, ആഭാസകമാക്കി, കൃപയില്ലാത്തതാക്കി മാറ്റി, എല്ലാത്തിൻ്റെ മേൽ പൈശാചിക ശക്തി വിളിച്ചു വരുത്തി. അങ്ങനെ അവന് കീറിപ്പറ്റാൻ
എല്ലാ വാതിലും തുറന്നിട്ടിരിക്കുമ്പോൾ എങ്ങനെ ജയിക്കും മക്കളെ? ഈ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ അങ്ങനെ ജയിക്കും. അതിന് പ്രശ്നമാണ്. ഒക്കെ അതിന് പ്രശ്നം. അച്ഛൻ വന്നം ബന്ധിക്കണം. ഹല്ലേലൂയ. അവർക്ക് പറ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെ വേണം. ദൈവം +1 ഈസ് ആൻ ആർമി. ദൈവവും നീയും ചേർന്നാൽ ഒരു സൈന്യമാണ്. Nobody can defeat you. നിന്റെ കൂടെ ദൈവം വേണമെന്ന്. നിന്റെ കുടുംബത്തില്, നിന്റെ ജീവിതത്തില് ദൈവം വേണം. ആ ദൈവം ഉണ്ടോ വേറെ ആരും വേണ്ട. നീ ഒരു ആർമിയാണ്, ഒരു സൈന്യം പോലെ. ഈ തിന്മയ്ക്കെതിരെ, ഈ അരൂപിക്കെതിരെ അതിശക്തമായ യുദ്ധം ചെയ്യാൻ നമ്മൾ കരുത്തരാണ്, സജ്ജരാണ്. ഇന്ന് ക്രിസ്ത്യാനിക്ക് ആ ഒരു കരുത്തില്ല, ശക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്ര മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു വലിയ ആത്മീയ യുദ്ധത്തിൽ, അതാണ് മനസ്സിലാക്കുക, ആ ഒരു ആത്മീയ യുദ്ധത്തിലാണ്. സോ വി നീഡ് ദ പവർ ഫ്രം എബവ്. സ്വർഗത്തിന്റെ സഹായം അത് നമുക്കുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. എന്ത് ബന്ധമുണ്ട്? അച്ഛൻ എപ്പോഴും പരിശുദ്ധാത്മാവുണ്ട്. എന്ത് ബന്ധമുണ്ട്? നമ്മുടെ വിശുദ്ധരുണ്ട്. എന്ത് ബന്ധമുണ്ട്? മാലാഖമാരുണ്ട്. എന്ത് ബന്ധമുണ്ട്? വിശുദ്ധ കുർബാനയുടെ എന്ത് ബന്ധമുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, തർക്കം കൊണ്ടോ വാശി കൊണ്ടോ മാനുഷികമായ ബലം കൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ ഒരു അണുവായുധം കൊണ്ട് പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുമോ? എന്നാൽ ക്രൂശിതന്റെ ശക്തി അവരാകട്ടെ, വെളിപാട് 12:11, അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം. അതുകൊണ്ട് ഈ വിജയം നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് എങ്ങനെ നീ സ്വീകരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും എൻ്റെയും നിന്റെയും കുടുംബത്തിലും പൗരോഹിത്യത്തിലും ജീവിതത്തിലും ബിസിനസ്സിലും ഒക്കെ വിജയം. ഇല്ലെങ്കിൽ നീ തോറ്റു തുന്നം പാടി അമ്പേ പരാജയപ്പെട്ടു പോകും എന്നുള്ളത് സത്യം സത്യം സത്യം. കാരണം യുദ്ധം ആത്മീയമാണ്, സാത്താനെതിരെയാണ്. അവന് തോൽപ്പിക്കാൻ എളുപ്പമൊന്നുമല്ല, പക്ഷേ തോൽപ്പിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞ മാലാഖമാരുടെ സാന്നിധ്യം. ഞാൻ പറയും, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത നീ കർത്താവിനെ കൂടെ നിർത്താൻ വേണ്ടി എന്ത് പ്രാധാന്യം. അതാണ് നമ്മൾക്ക് വിജയം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും കർത്താവിനെ ഒന്നും വേണ്ട. എപ്പോഴും പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ മതി. എന്ത് കാര്യങ്ങൾ വേണം? നമ്മുടെ എല്ലാവർക്കും കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിനെ സ്വന്തമാക്കാൻ വേണ്ടി എത്ര പേരുണ്ടോ മക്കളെ? നമ്മൾ അത് മാത്രം ചിന്തിച്ചാൽ, അത് മാത്രം പരിശോധിച്ചാൽ മതി ധ്യാനത്തിൽ. കർത്താവിനെ സ്വന്തമാക്കിയപ്പോൾ യു ആൻഡ് ജീസസ്, ദൈവവും നീ ഉണ്ടെങ്കിൽ ഒരു സൈന്യമായിട്ട് മാറി. നീ ജോലി ചെയ്യാൻ പോകുമ്പോൾ, നിങ്ങളുടെ മക്കൾ പഠിക്കാൻ പോകുമ്പോൾ, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ, ദാമ്പത്യ ജീവിതം ജീവിക്കുമ്പോൾ നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നിന്റെ ദാമ്പത്യ ജീവിതം, നിന്റെ കുടുംബ ജീവിതം, നിന്റെ ബിസിനസ്, നിന്റെ മക്കളുടെ പഠനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന പിശാചുണ്ട്. ആദ്യം തന്നെ പിശാചുണ്ട്. അവന് ശക്തമായ പ്രവൃത്തിയുണ്ട്. അവിടെ എവിടെ പോയാലും നിന്റെ കൂടെ എൻ്റെ കൂടെ ആര് വേണം? ഈ കർത്താവ് വേണം. ഈ കർത്താവ് ഉണ്ടെങ്കിൽ നോ ബഡി. അല്ലെങ്കിൽ ഭയങ്കര നിങ്ങൾ വിചാരിക്കും ഭയങ്കര ശക്തമാണെന്ന്. ഈ പിശാചിന്റെ ശക്തി ഞാൻ പല മേഖലയിൽ ആദ്യം അച്ഛൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഈ മേഖലകളിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പിശാച് അതിശക്തനാണ്. മാധ്യമങ്ങൾ, പിന്നെ എന്താ പറയുക റീലുകൾ, ചില എന്താ പറയുക പ്രൊമോട്ടിങ് റീലുകൾ എന്തുട്ടൊക്കെ കാണിച്ചു വെച്ചാൽ പിള്ളേര് എല്ലാത്തിനെയും മഹത്വവൽക്കരിക്കുന്ന, എല്ലാത്തിനും ന്യായീകരിക്കുന്ന, പച്ചയ്ക്ക് കാരണന്മാർ നുണ പറഞ്ഞ് ഇറങ്ങിപ്പോകാനും കറങ്ങാനും ഹോം സ്റ്റേ പോയി താമസിക്കാനും സകലമായ പരിപാടികൾ ചെയ്യാനും പ്രേരിപ്പിക്കുന്ന റീലുകൾ, ഇൻസ്റ്റാഗ്രാം, ഡ്രസ് കോഡുകൾ, എല്ലാ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ തിന്മയിലേക്കാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവത്തിന്റെ മക്കൾ ഈ യുദ്ധത്തിൽ അതുപോലെ ദൈവത്തെ കൂടെ നിർത്തി, മാലാഖമാരെ വിളിച്ച് കൂടെ നിർത്തി, വിശുദ്ധരെ കൂടെ നിർത്തി, അതുപോലെ പ്രാർത്ഥന ദൈവബന്ധത്തിൽ പോയില്ലെങ്കിൽ ഇന്ന് നമ്മളൊക്കെ അച്ഛൻ ഉൾപ്പെടെ മാർപ്പാപ്പ ഉൾപ്പെടെ തോറ്റും. ഓൾറെഡി പല മേഖലകളിലും തോറ്റുപോയ ഗതികെട്ട ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരിക, ഇനി ഞാൻ എപ്പോഴും അച്ഛൻ നിങ്ങളെ രക്ഷിക്കാൻ വേറെ ആരുണ്ടാവുള്ളൂ? കർത്താവേ ഉണ്ടാകത്തുള്ളൂ. ഭർത്താവ് ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, മക്കളുണ്ടാവില്ല, ഒരു അധികാരികളും ഉണ്ടാകത്തില്ല. കർത്താവിനെ കൂടെ നിർത്തിക്കോ, വേറെ ആരും ഉണ്ടാവില്ല കൂടെ. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് കർത്താവിനെ നമുക്ക് വേണ്ടത് എന്തിനു വേണ്ടിയാണ്? കർത്താവിന് വേണ്ടിയാണ്. കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, യു സറണ്ടർ ടു ജീസസ് ആൻഡ് ആസ്ക് ജീസസ്, ഐ നീഡ് യു. കർത്താവെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഐ നീഡ് യു, ഗിവ് മീ യു, ഗിവ് മീ യു. കർത്താവെ നീ എനിക്ക് നിന്നെത്താ.
ഗിവ് മി യു. എനിക്ക് അങ്ങേ വേണം, വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും വേണ്ട. ഫോർ ദാറ്റ്, അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്യുന്നു. ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്യുക. കർത്താവ് വേറെ ഒന്നിനും വേണ്ടിയില്ല, രോഗശാന്തിക്ക് വേണ്ടിയല്ല, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയല്ല, OET പാസ്സാവാൻ വേണ്ടിയല്ല, വേറെ ഒന്നിനും വേണ്ടിയല്ല. കർത്താവേ, നിനക്ക് വേണ്ടി ഐ സറണ്ടർ മൈസെൽഫ്. എനിക്ക് നിന്നെ മതി, എനിക്ക് നിന്നെ താ. അതാണ് പ്രാർത്ഥന, അതായിരിക്കണം പ്രാർത്ഥന. ഹല്ലേലൂയ. അത് അവനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് മക്കളെ പേടിക്കാനുള്ളത്? യു ആർ ആൻ ആർമി. മനസ്സിലാവുണ്ടോ? അതില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. യേശുവേ നന്ദി. കഴിഞ്ഞ ദിവസം ഒരു ടോക്കിലൊരു കഥ കിട്ടും. അതായത് ഒരു കൊച്ച് പ്രാർത്ഥിച്ച് മടുത്തൊരു കാര്യത്തിന് വേണ്ടി, സൈക്കിൾ മേടിക്കാൻ വേണ്ടി. അതുകൊണ്ട് അവസാനം പുള്ളി ഒരു എന്താ പറയുക, കൊച്ചെന്നറിയോ, മാതാവിനടുത്ത് കട്ടിൻ്റെ അടിയിൽ, ഈ മാതാവിൻ്റെ രൂപത്തിലാണ് എടുത്തു വെച്ചാണ്. മാതാവിൻ്റെ മുമ്പിൽ വെച്ചാൽ പ്രാർത്ഥിക്കണം, കർത്താവ് എനിക്ക് സൈക്കിൾ. അവിടെ നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ സൈക്കിൾ ഇല്ലെങ്കിൽ സൈക്കിൾ ഉണ്ടാവണം. അങ്ങനെ എന്ത് സൈക്കിൾ വന്നില്ല, പ്രാർത്ഥിച്ചിട്ട് കിട്ടണില്ല. അങ്ങനെ അവസാനം ഇവന് പ്രാന്തായി. ഇവനടുത്ത് മാതാവിൻ്റെ അടുത്ത് പണി ഇതെന്നറിയോ, മാതാവിനടുത്ത് കട്ടിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഇനി സൈക്കിൾ വാങ്ങിച്ചു തരാണ്ട് നീ നിൻ്റെ അമ്മേനെ കാണൂല്ലെന്ന് പറഞ്ഞു. സൈക്കിൾ എനിക്ക് വാങ്ങിച്ചു തരാൻ നീ നിൻ്റെ അമ്മേനെ കാണൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ രൂപം എടുത്ത് ഉള്ളിൽ വെച്ചു. ഇതാണ് നമ്മുടെ വിശ്വാസം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി, നമ്മൾ കർത്താവിന് വേണ്ടി, ഫിലിപ്പർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ 1:29 കർത്താവിൻ്റെ വചനം നമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട്. ഫിലിപ്പർ 1:29 പറയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവിടുന്ന് നിങ്ങൾക്ക് അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇതിനുള്ള അനുഗ്രഹമാണ് അവനെ പ്രതി സഹിക്കാൻ. അനുഗ്രഹമാണോ? അത് അനുഗ്രഹം എന്ന് പറഞ്ഞ അവനെ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ വേണ്ടി മാത്രമല്ല അവനെ പ്രതി സഹിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം അവനിലൂടെ പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ ഈ സഹനം എന്ന് നിങ്ങൾ വിചാരിക്കും ഇത് കിട്ടലല്ല മക്കൾ, അനുഗ്രഹം. എല്ലാ രോഗങ്ങൾ അനുഗ്രഹമാണ്, ജീവിതത്തിലെ പ്രശ്നങ്ങൾ അനുഗ്രഹമാണ്, തടസ്സങ്ങൾ അനുഗ്രഹമാണ്. ഈ തടസ്സങ്ങളും ഈ രോഗങ്ങളും ഒക്കെ നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതായിട്ട് മാറിയാൽ ഇതെല്ലാം അനുഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഈശോ ഈ പ്രോസ്പെരിറ്റി പ്രഘോഷിക്കുന്ന വചനപ്രഘോഷകന്മാർ വ്യാജ വചനപ്രഘോഷകന്മാരാണ്. കർത്താവ് പറഞ്ഞിട്ടില്ല എല്ലാ തരം നിനക്ക് BMW കാർ തരാം. നീ പാവപ്പെട്ടവരെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നീ രോഗിയായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നീ എന്താ പറയുക കാശില്ലാത്തവനാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നീ പരീക്ഷ തോക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരെ പറഞ്ഞ്? സോക്കോൾഡ് ദുഷ്ടമായ പ്രവാചകന്മാർ. അവർ പറഞ്ഞു പ്രോസ്പെരിറ്റി, കർത്താവ് നിന്നെ എപ്പോഴും അനുഗ്രഹിക്കും, എപ്പോഴും സൗഖ്യം തരും, എപ്പോഴും വിജയം തരും, എപ്പോഴും നിനക്ക് എല്ലാ സുഖം തരും, ഇഷ്ടപ്പെട്ട പെണ്ണിനെ തരും. ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല, കർത്താവ് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. കർത്താവ് എന്താ പറഞ്ഞ? ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം. കർത്താവ് എന്താ പറഞ്ഞേ? അവൻ എല്ലാവരോടുമായി പറഞ്ഞു. അവൻ, നിങ്ങൾ പറ, അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച്, കണ്ടോ, തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. കർത്താവ് എന്താ പറഞ്ഞേ? പരിത്യജിക്കണം. എന്ത് പരിത്യജിക്കണം? എന്താണ് തന്നെ തന്നെ പരിത്യജിക്കണം എന്ന് പറഞ്ഞ? നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ ആസക്തികള്, നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങള്, നമ്മുടെ എല്ലാം പരിത്യജിക്കണം. അത് കർത്താവ് പറഞ്ഞേ. അല്ലാണ്ട് കർത്താവേ ഇതൊക്കെ ഉണ്ടാവാൻ നിന്റെ സമ്പത്ത് പരിത്യജിക്കണം, നിന്റെ ഇഷ്ടങ്ങള്, സ്വപ്നങ്ങള്, സുഖം കിട്ടണം എന്നുള്ള, വേദന മാറണം എന്നുള്ള ആഗ്രഹം പരിത്യജിക്കണം. എന്താ പറയാ? അനുദിനം നിന്റെ കുരിശെടുക്കണം. അമ്മച്ചി കൂനിപ്പോയി, എടുത്തെടുത്ത് കൂനി അച്ചോ, ഇനിയും അതേ ചാവണവരെ ചുമക്കണം. അനുദിനം കർത്താവ് പറയാ എന്നെ അനുഗമിക്കട്ടെ.
നമ്മൾ കുരിശൊഴിവാക്കാൻ വേണ്ടി നടക്കുക, സഹനം ഒഴിവാക്കാൻ വേണ്ടി നടക്കുക. പരാജയപ്പെടണം, തോൽവി ഉണ്ടാകണം, തടസ്സം വേണം, രോഗം വേണം, തകർച്ച വേണം. കർത്താവ് പറയാ, അവനെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹം മറക്കരുത്. കർത്താവിനെ പ്രതി സഹിക്കണം, കുരിശ് ചുമക്കണം അനുദിനം. എൻ്റെ അർത്ഥം എന്നാ? ഈശോ പറയാനുള്ള അർത്ഥം എന്നാ? കാരണം എന്തായിരിക്കും കർത്താവ് ഇങ്ങനെ പറയാനുള്ള കാരണം? അല്ല, എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചുമക്കണം എന്ന് പറയാനുള്ള കാരണം? എല്ലാവരോടുമായിട്ട് ഒരാളെ മാറ്റി എല്ലാവരോടുമായിട്ട്, അപ്പൊ അതിനെ ശരിക്കും ശ്രദ്ധിച്ചു പറയണം. എല്ലാവരോടുമായിട്ടാവും പറഞ്ഞു. എന്താ പറഞ്ഞ? കുരിശ് ചുമക്കണം. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം പറ, കാര്യം പറ. എല്ലാവർക്കും കുരിശുണ്ട്. മനസ്സിലാണ്ടോ? മനസ്സിലാവണമെന്ന്. എല്ലാവർക്കും കുരിശുണ്ടെന്ന്. കുരിശില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ? കുരിശുകളേ ഉള്ളു വെച്ചു, ഇഷ്ടം പോലെ ഉണ്ട്. ചുമക്കണം. അനുദിനം അനുദിനം ഒരു ദിവസം പോലും ഒഴിവുണ്ടാവില്ല. എന്നെ അനുഗമിക്കണം. കർത്താവിന്റെ കുരിശിന്റെ പിന്നാലെ. കർത്താവ് ഫ്രണ്ടിൽ പോണ്ട് വമ്പം കുരിശും കൊണ്ട്. എൻ്റെ പിന്നാലെ വരാ, എൻ്റെ പിന്നാലെ വാ, എൻ്റെ പിന്നാലെ വാ. എൻ്റെ പ്രിയപ്പെട്ട, ഇതാണ് സുവിശേഷം. അതിലൂടെ യേശു ക്രിസ്തു സർവശക്തനാണ്. അവൻ രോഗികളെ സുഖപ്പെടുത്തി, അതുകൊണ്ട് നീ സുഖപ്പെടും. എടോ, നീ സുഖപ്പെടണം ദൈവം ആഗ്രഹിക്കണില്ലല്ലോ. വേണ്ടെന്ന് പറയണം. നീ സ്വയം പരിത്യജിക്ക്. ആ സുഖം പ്രാപിക്കണം ആഗ്രഹം പരിത്യജിക്കാൻ. ഈ സുവിശേഷം മനസ്സിലാവണ്ട? മനസ്സിലാവും. ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഉടമ്പടി എടുത്താൽ എല്ലാം കിട്ടും, അവിടെ പോയാൽ ഇവിടെ കിട്ടും, അവിടെ ധ്യാനം കൂടി ഇവിടെ കിട്ടും. എൻ്റെ പ്രിയ, ചിലത് കിട്ടൂല. അത് കിട്ടിയാൽ നീ നശിക്കും. ഇത്ര പിള്ളേര് വേണ്ട. ഞാൻ ഒരു അമ്മച്ചി പറയാം, എൻ്റെ അച്ഛാ, എൻ്റെ മോൾക്ക് നല്ല പഠിച്ച് മാർക്ക് കിട്ടി, സെറ്റപ്പായിട്ട് അവളെ ദൈവം അനുഗ്രഹിച്ച് സ്കോളർഷിപ്പൊക്കെ കിട്ടി, അമേരിക്കയിൽ ചെന്നും എല്ലാ ജോലി കിട്ടിയച്ചാ. ഇപ്പോൾ അവളൊരു മുസ്ലിമായിട്ട് പ്രേമിച്ചോ. എൻ്റെ മോൾക്ക് ഇത് കിട്ടാണ്ടിരുന്നെങ്കിൽ ഞാൻ നോമ്പ് നോക്കി പ്രാർത്ഥിച്ചു, അവളെ പഠിപ്പിച്ചു, ഇന്ന് അവൾ അമേരിക്കത്തി എന്ന് ഞാൻ പറഞ്ഞ കേൾക്കൂല, അപ്പം പറഞ്ഞ കേൾക്കൂല, പള്ളി പോകത്തില്ല, എല്ലാം വിട്ടു. അവൾ പോയി അച്ഛാ. ഇവൾക്ക് ഇതൊന്നും കിട്ടാ ഒരു മന്ന ബുദ്ധി ആയിരുന്നെങ്കിൽ എൻ്റെ കട്ടിലേ ഉണ്ടായൻ എൻ്റെ കൊച്ച്. മനസ്സിലാവുണ്ടോ? ഒരു തളർന്ന് കിടക്കുന്ന കൊച്ചായിരുന്നെങ്കിൽ നിന്റെ കൂടെ കട്ടിലുണ്ടായനെ കൊച്ച്. അമേരിക്ക പോയതാണോ കട്ടിലിൽ കിടന്ന കൊച്ചാണോ ഭാഗ്യം? പറയടാ, പറയേ അമ്മച്ചി. അവ കൂടെ ഉണ്ടാവും, ചാവണനെ കണ്ടുകൊണ്ട് മരിക്കാം. മനസ്സിലാവണ്ടോ? ഈ തൂച്ചേട്ടാർക്ക് മനസ്സിലാവില്ല. എൻ്റെ മോൾ അങ്ങോട്ട് പറന്നു പോയി. ഓ, പറന്ന് 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 മോളാണ് പോണത്. ചിലത് കിടക്കട്ടെ, കിടക്കാണെങ്കിൽ വിഷമിക്കണ്ട, നിനക്ക് ദൈവം അനുഗ്രഹിച്ചു തന്നാ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ് നീ സഹിക്കണം. വീണ്ടും ഈശോ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട്. എന്താണ് ഈശോ പറയാണ്? 27-ാമത്തെ വചനം മുതൽ അവിടെ പറഞ്ഞ ഇടുങ്ങിയ വാതിൽ. ഇതാണ് ഇടുങ്ങിയ വാതിൽ. ഈശോ പറയാണ്, ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് കർത്താവ് പറഞ്ഞത്. മനസ്സിലാവണ്ടോ? മനസ്സിലാവണ്ടോ? നമ്മൾ രക്ഷ പ്രാപിക്കുകയാണെങ്കിൽ കർത്താവ് ഒരു തടസ്സമില്ലാത്ത, ഒരു പ്രശ്നമില്ലാത്ത വിശാലമായ വാതിലിൽ കൂടെ പോട്ടെ, രക്ഷപ്പെട്ടു അല്ലേ? അമേരിക്കയിൽ വിസ കിട്ടി, അല്ലെങ്കിൽ കാനഡ വിസ കിട്ടി, രക്ഷപ്പെട്ടു, വാതിൽ തുറന്നു. കർത്താവ് എന്താ പറഞ്ഞേ? രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന് അവനോട് പറഞ്ഞു. അവനോട് പറഞ്ഞു എന്താണ്? ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. രക്ഷ പ്രാപിക്കണോ? ഇടുങ്ങിയ വാതിൽ. രക്ഷ പ്രാപിക്കണോ? കുരിശ് ചുമക്കണം. രക്ഷ പ്രാപിക്കണോ? അവനെ പ്രതി സഹിക്കണം. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷം. പ്രിയപ്പെട്ടവരെ, പറയണേ, ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കത്തില്ല. അതാണ് അവസ്ഥ. നമുക്കൊറ്റ വഴിയുള്ളൂ, കുരിശിന്റെ വഴി. എല്ലാം തികഞ്ഞ്, ഇനി നമ്മളെല്ലാം തികഞ്ഞ ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിറങ്ങി തിരിച്ചാൽ ജീവിതകാലം മുഴുവനും, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നിരാശയും പരാതിയും പെറുപെറുപ്പൊക്കെ ആയിരിക്കും. ഈ കുരിശ് ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, ഒരു രോഗമായിരിക്കാം, സാമ്പത്തിക തകർച്ചയായിരിക്കാം. പക്ഷെ എന്തുമാകട്ടെ, അതൊന്നും നിന്റെ ജീവിതത്തെ, അതാ പറഞ്ഞ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന്
എല്ലാം, എവ്രിതിങ്, എല്ലാം നന്മയ്ക്കാക്കി മാറ്റൂന്ന്. എല്ലാം എന്ന് പറഞ്ഞാൽ ജോലി കിട്ടൽ മാത്രമാണോ? ജോലി കിട്ടാതിരിക്കലും. രോഗം മാറലാണോ? രോഗം മാറാതിരിക്കുന്നതും. പരീക്ഷ പാസ്സാവുന്നതാണോ? പരീക്ഷ പാസ്സാകാതിരിക്കുന്നതും കർത്താവ് എന്താക്കി മാറ്റും? നന്മയ്ക്കാക്കി മാറ്റും. വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇന്നത്തെ ഈ വേദനകൾ, കഷ്ടപ്പാടോർത്ത് സങ്കടപ്പെടാതെ ഒന്ന് മാത്രം ചിന്തിക്കുക, എൻ്റെ കർത്താവ് ഇവിടെ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കർത്താവിനെ കൂടെ നിർത്തി ഞാൻ ജീവിച്ചിട്ടുണ്ടോ? ഒരു കാര്യം അച്ഛൻ ഉറപ്പറിയാം, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നീ അടിഞ്ഞ് ഒടുങ്ങിപ്പോകാൻ കർത്താവ് അനുവദിക്കില്ല, സത്യമായിട്ട് അനുവദിക്കില്ല. അതുകൊണ്ട് കർത്താവിനെ എന്ത് വിളിക്കി? അത് ഒരു കാര്യം നടക്കാൻ വേണ്ടിയല്ല വിളിയില്ല. നിന്റെ കൂടെ എപ്പോഴും നിന്റെ ദൈവം വേണം. എൻ്റെ കൂടെ എൻ്റെ കർത്താവ് എപ്പോഴും വേണം. അതിനു വേണ്ടിയാ. അതാ ഞാൻ പറഞ്ഞേ, ഈ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എവിടെ പോയാലും കുർബാന മുടക്കില്ല. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ? ഞാൻ പല മക്കളെ എന്നെ പഠിച്ചിട്ടുണ്ട്. കുർബാന മുടക്കില്ല, പ്രാർത്ഥന മുടക്കില്ല, ജപമാല മുടക്കില്ല, ദൈവബന്ധത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. എവിടെ പോയാലും സാഹചര്യം ഒട്ടുമില്ലാത്ത അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിനേക്കാളും വലിയ റിസ്ക് എടുത്ത് വേറെ പലതും ചെയ്യും, ലോകത്തിന്റെ കാര്യങ്ങൾ ചെയ്യും. എന്ത് റിസ്ക് എടുത്താൽ പിള്ളേർക്ക് പോകണമെന്ന് അറിയോ? രാത്രി ഹോം സ്റ്റേ മറ്റു പരിപാടിക്കൊക്കെ പോകണം. എന്ത് റിസ്ക് എടുക്കണേ? ഞാൻ കൊച്ചുകൂടി മോളെ ആ പോണ വഴിക്ക് എന്തെങ്കിലും പറ്റിയെന്ത് സംഭവിക്കും? ഒന്ന് ചിന്തിക്കണം. അങ്ങോട്ട് പോവാൻ സാത്താൻ കണ്ണ് കെട്ടിക്കൊണ്ട് പോവാ. ഒരു മറുചിന്ത പോലും ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും ആരെങ്കിലും കാണുമോ, പിടിക്കപ്പെടുമോ, ഒരു ചിന്തയില്ല. ആ ഗോയിങ്. എന്ത് റിസ്ക് എടുക്കണേ? ആർക്ക് വേണ്ടി? സാത്താന് വേണ്ടി. ഇന്ന് മനുഷ്യന് സാത്താന് വേണ്ടി റിസ്ക് എടുക്കാൻ ഒരു മടിയിൽ. എന്ത് പൈസ കൊടുക്കും, എന്ത് സമയം കൊടുക്കും, എന്ത് കഷ്ടപ്പാടും പാടും. ദൈവത്തിന് വേണ്ടി കഷ്ടപ്പെടാനോ സമ്പത്ത് ചെലവാക്കാനോ സമയം കൊടുക്കാനോ സമയമില്ല. ടൂറിന് പോകാൻ സമയമുണ്ട്, സിനിമയ്ക്ക് പോകാൻ സമയമുണ്ട്, കറങ്ങാൻ പോകാൻ സമയമുണ്ട്, മൊബൈലിൽ പറയണ്ട മണിക്കൂറുകൾ സമയമുണ്ട്, പ്രാർത്ഥിക്കാൻ സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് നമ്മുടെ ബലം. അത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാക്കാർക്ക് ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ നമ്മോട് പറയുന്നുണ്ട്, ഈശോയിലൂടെയുള്ള നീതീകരണത്തെ കുറിച്ച് പറയാ. 23-ാമത്തെ വചനം, 3:23 വായിച്ചാരെങ്കിലും. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു എന്ന് പറയാണ്. വിശ്വാസം വഴി സംലബ്ധമാക്കുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. എന്തിനാണ്? എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. നമ്മളെല്ലാവരും പാപികളാണ്. ദൈവമഹത്വ അയോഗ്യരായി. ദൈവം കൂടെ ഇല്ല, ദൈവ സാന്നിധ്യമില്ല. പാപം ചെയ്ത് അതെല്ലാം നഷ്ടപ്പെടുത്തി. എന്നാൽ രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി നമുക്ക് കുർബാന അർപ്പിക്കാൻ പോവാ. രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നു. യേശുക്രിസ്തു അല്ലാതെ വേറെ രക്ഷയില്ല. ഈ നമ്മളൊക്കെ ജന്മിച്ചപ്പോ തന്നെ പാപികളാ. എന്തുമാത്രം പാപങ്ങൾ ചെയ്ത് കുട്ടിയേക്കണേ. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. എല്ലാവരും അയോഗ്യരായി. എന്നാൽ ദൈവം രക്തം കൊണ്ടുള്ള പാപപരിഹാരമായിട്ട് അവനെ നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നു. അതുകൊണ്ട് ആ കർത്താവിനെ കൂടെ നിർത്തണം രക്ഷപ്പെടണമെങ്കിൽ. അച്ഛൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഇങ്ങനെ ഇരുന്ന് വേറെ ഒന്നും നോക്കി നടക്കാണ്ട് വേണ്ടതിനെ പിടിക്കടേ. പണ്ടങ്ങനെ ഒരു കഥ കേട്ടിട്ടില്ലേ? ഒരു രാജകുമാരൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാം. കേട്ടിട്ടുണ്ടോ അല്ലേ? പണ്ടത്തെ കഥ. ഇന്നലെ ഓർത്തു വന്ന രാജകുമാരൻ്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുക. അപ്പോൾ രാജകുമാരൻ ഇങ്ങനെ കിടത്തിയേക്കണു. ഒത്തിരിയേറെ സമ്മാനങ്ങൾ, വലിയൊരു ഹോളാ, കുറേ സമ്മാനങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ചേക്കണു. ഒത്തിരി ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. വന്നേ ഇപ്പം രാജാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഹോളിൽ എന്തും എടുക്കാമെന്നോ, ഈ ഹോളിൽ എന്തും എടുക്കാമെന്നോ. ആൾക്ക് നോക്കിയപ്പോൾ സ്വർണം, വജ്രം, അത് ഇത് ഭയങ്കര സാധനം ഓടി നടന്ന് എല്ലാവരും അത് ഇതൊക്കെ പെറുക്കിയെടുക്കുക. അപ്പോൾ ഒരു പെൺകുട്ടി, ഒരു യുവതിയായ പെൺകുട്ടി മാത്രം പതുക്കെ നടന്നു നിന്നിട്ട് ഈ രാജകുമാരനെ അങ്ങോട്ട് എടുത്തു. മനസ്സിലായോ? ബാക്കിയെല്ലാവരും അത് ഇതും രാജകുമാരൻ, അവൻ രാജ്യത്തിന്റെ അവകാശിയാ,
ആ കർത്താവ് എന്റെ ദൈവം, അവനെടുക്ക്. അല്ലാണ്ട് അവിടെ കിടക്കണം അതും കണ്ട ചപ്പ് ചവറ് സ്വർണവും കോടികളും എടുത്തോണ്ട് എന്ത് കാര്യമുണ്ട്? ഉപകാരമുണ്ടോ? സ്വർണം കൊണ്ട് ഉപകാരമുണ്ടോ? കുറച്ച് ആളൊക്കെ ചോദിച്ചു വയ്ക്കാം, വിറ്റ് കാശാക്കി എന്തെങ്കിലും ഫുഡ് അടിക്കാം. ജീവിതത്തിന് ഉപകാരമുണ്ടോ മക്കളെ? കാശിനൊക്കെ ഇത്ര വിലയുള്ളൂ. കാശില്ലാത്തതിന് വിലയുണ്ട്. അല്ലെ ഞാൻ പറയുക അതിനൊക്കെ ഇത്ര ഉള്ളൂടെ. പിന്നെ വേണ്ടാത്ത കാര്യത്തിൽ പോകണ്ട ഞാൻ പറയാണ്. എന്നാൽ മർമ്മത്തെ കയറി പിടിക്കണം. അവനാണ് എൻ്റെ കർത്താവ്. ആ കർത്താവിനെ മുറുകെ പിടിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ മുറുകെ പിടിക്കുക. അത് അവനെ നമുക്ക് നിശ്ചയിച്ച് തന്നേക്കാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം പറയുന്നുണ്ട്, അവിടുന്ന് പ്രകാശത്തിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ പ്രകാശത്തിൽ സഞ്ചരിക്കുന്നത് നമുക്ക് പരസ്പരം കൂട്ടായി വേണ്ടി പറയുന്നത്. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്ത് പറയാ? നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഈശോയുടെ ജീവിതം, ഈശോയുടെ ബലി, ഈശോയുടെ പാപപരിഹാര ബലി, ഇതാണ് മക്കളെ നമ്മുടെ ബലം, ഈശോയെ സ്വന്തമാക്കാൻ. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് എന്താണെന്ന് ഈശോ പറഞ്ഞു നമ്മളോട് ഒന്ന് ക്രോഡീകരിച്ച് ആദ്യം തുടങ്ങി എന്താ പറഞ്ഞ ഈശോ? പക്ഷെ അവിടുന്ന് തുടങ്ങിയ നമ്മുടെ യുദ്ധം വി ആർ ഇൻ എ സ്പിരിച്വൽ വാർ. അതാണ് എൻ്റെ ഇന്നത്തെ സ്പിരിച്വൽ വാറാണ്. ഈ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പിശാചിൻ്റെ ഭയങ്കര തന്ത്രമാണ് മക്കളെ. ഇതൊക്കെ മറന്നിട്ട്, കർത്താവ് പറഞ്ഞ എല്ലാ വചനങ്ങൾ മറന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആർത്ത് പിടിച്ചെടുക്കുക. അത് പിശാച് ചിലപ്പോൾ തരുകയും ചെയ്യും. അതാണ് വേറെ. ഞാനതുകൊണ്ട് തന്നെ ഈ പല ഇടങ്ങളിൽ സംഭവിക്കുന്ന ഈ അത്ഭുതങ്ങൾ ഞാൻ സംശയത്തോടെ കാണുന്ന ആളാണ്. അത്ഭുതങ്ങൾ കാരണം ഈ എല്ലാം അങ്ങോട്ട് ഇട്ടുകൊടുത്ത് പിടിച്ച് പിന്നെ അവൻ ആ എല്ലാം പിടിച്ചോട് നടന്നോളും. ഈ വേറെ ഒന്നും നോക്കില്ല. അതുകൊണ്ട് അത്ഭുതങ്ങളെ തേടി അത്ഭുതങ്ങൾ നമുക്ക് കർത്താവ് തരൂടെ. നമുക്ക് അത്ഭുതങ്ങൾക്ക് വേണ്ടി പോകാതെ വീണ്ടും വീണ്ടും അച്ഛൻ പറയാം, നിങ്ങൾക്കിതൊന്നും വേണ്ടാന്ന് എനിക്കറിയാം, നിങ്ങൾക്കിത് വേണ്ടോടെ ഇവിടെ വന്നേ. ഒത്തിരി മക്കൾക്കിത് വേണ്ട. നമുക്ക് വേണ്ടത് മക്കളെ കർത്താവാണ്. അതിനുവേണ്ടി എന്ത് റിസ്ക് കൊടുക്കുക. അതിനുവേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ അവനെ നിശ്ചയിച്ച് തന്നേക്കാണ് നമുക്ക് വേണ്ടി രക്ഷയ്ക്കായിട്ട്. അവനെ അങ്ങോട്ട് സ്വന്തമാക്കാൻ വേണ്ടി അതുപോലെ ആഗ്രഹിക്കുക. അതിനുവേണ്ടി കുമ്പസാരിക്കുകയും എളിമപ്പെടുകയും നമ്മൾ പാപങ്ങൾ വിട്ടുപേക്ഷിക്കുകയും അമ്പുരാനെ വിളിച്ച് യേശുവേ നീലത് ആരും ഇരിക്കില്ല, ഐ സറണ്ടർ യു ആൻഡ് യു ഗീവ് മീ യു. നീ എനിക്ക് നിന്നെത്താ, വേറെ ഒന്നും വേണ്ട. അങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനു വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഐ സറണ്ടർ മൈ സെൽഫ് ടു യു ആൻഡ് യു ഗീവ് മീ യു. ഹല്ലേലൂയ. മനസ്സിലായോ? കർത്താവും ദൈവം +1 ഈസ് ഈക്വൽ ടു ആൻ ആർമി. മനസ്സിലായോ? മനസ്സിലായോ? നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കായിരിക്കാം വീട്ടിൽ, ബാക്കി നിന്റെ ഭർത്താവും മക്കളൊക്കെ എതിരായിരിക്കാം. പക്ഷെ നിന്റെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ അവർ ആ പ്രശ്നങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ യു ആർ ആൻ ആർമി ഇൻ യുവർ ഹൗസ്. നിന്റെ വീട്ടിൽ നീ ഒരു സൈന്യമാണ്. വേറെ ആരുമില്ല നിന്റെ കൂടെ. ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. പക്ഷെ നിന്റെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ നീ ഒരു സൈന്യമായിരിക്കും നിന്റെ വീട്ടിൽ. നോബഡി ക്യാൻ ഡിഫീറ്റ് യു. അത് ഭാര്യയൊന്നും കൂടെ ഉണ്ടാവില്ലടേ. അങ്ങനെ വിചാരിച്ച ആരും വെള്ളം ഒളിപ്പിച്ചിറക്കുമ്പോൾ ഉണ്ടാവില്ല. അല്ല, എൻ്റെ കൂടെ ഭാര്യ ഉണ്ട്, എൻ്റെ ഭാര്യ പോലും പിന്നെ നിന്റെ ഭാര്യ പോലും പിന്നെ ഭാര്യ നിന്നെ താങ്ങും. ഒരു ഭാര്യയും താങ്ങൂല്ല. നിന്നെ താങ്ങണമെങ്കിൽ കർത്താവ് താങ്ങുള്ളൂ. വേണ്ടാത്തിൽ ആശ്രയിക്കരുത് കേട്ടാ. ചിലക്കറിയാം എൻ്റെ മക്കളൊട്ടും ആശ്രയിക്കണ്ട. ഇത്രമാത്രം ദുഷ്ടത നിറഞ്ഞ ഒരു ലോകമില്ല മക്കളുമായുള്ള ബന്ധത്തിൽ. തമാശ പറഞ്ഞില്ല. 18 വയസ്സിന് പറഞ്ഞ താൻ പോടോ തന്തേന്ന് പറഞ്ഞാൽ പോവാ മോളെ എന്ന് പറഞ്ഞ് നിൽക്കാം, ഒച്ചാഴ്ച നിൽക്കാന്നല്ലാണ്ട് വല്ല കാര്യം അപ്പനെ ചെയ്യാൻ പറ്റുമോ? കേസ് കൊടുത്ത അപ്പനകത്താവും. എന്നെ പീഡിപ്പിച്ചു, മാനസികമായി സമ്മർദ്ദം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേട്ടാരും മക്കളാരും ചോദിക്കാൻ കേട്ടാ. പിശാജ് പ്രായപൂർത്തി പിശാചിന് കൊടുക്കരുത്. അതോടൊപ്പം ഫലങ്ങളിൽ വിട്ടറിയാം. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ അനുസരിക്കുക. അമ്പരാൻ തന്ന കാർന്നോമാരെന്ന് വിഷമിപ്പിക്കരുത്. എന്ന് പറഞ്ഞാൽ അതിനൊരു രീതിയുണ്ട്. നമ്മുടെ പാരമ്പര്യം നോക്കിയാൽ മതി. കാർന്നോമാർ പറഞ്ഞ പോലെ ആലോചിച്ച കല്യാണമൊക്കെ നടത്തുക. അതിന് കണ്ണി കണ്ടവൻ വിളിച്ചു കയറ്റിക്കൊണ്ടത് എന്നൊക്കെ ഒന്നും ഒരു മടിയില്ല നമ്മുടെ പിള്ളേർക്ക് ഹിന്ദുവിനെ പ്രേമിച്ച് കെട്ടാൻ, മുസ്ലിം എന്തോ ഒരു കേസവനെന്നറിയാം. എന്തുകൊണ്ട് പോയി? കർത്താവില്ലാതെ പോയി. ഈ അപ്പനും അമ്മയൊക്കെ ഇനി അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ നമ്മുടെ മക്കൾക്ക് വേണ്ടി. സാത്താനെതിരെ
മക്കളെ ഇവനിങ്ങനെ വശീകരിച്ച് കൊണ്ടുപോവാണ്, കണ്ണ് കെട്ടി ഇങ്ങനെ. അപ്പൊ ഞാൻ ഇത് അങ്ങോട്ട് പോണേ, രക്ഷയിലേക്കല്ല. എന്നിട്ടും ഈ കൊച്ചിന് മനസ്സിലാവണില്ലല്ലോ. ഞാൻ കൊച്ചിന് എൻ്റെ മുന്നിൽ നിന്റെ പോക്ക് എത്രയോടത്ത് വരെ എത്തട്ടാച്ചാന്ന് ബ്രേക്കില്ലാണ്ട് പോണ്. ഹല്ലേലൂയ. ബ്രേക്കില്ലാതെ വണ്ടി നിൽക്കുക, ഇടിച്ച് തകർന്ന് നിൽക്കുകയാണെങ്കിലും. എത്രയോ ജന്മങ്ങൾ ഇത് കണ്ടാലും പഠിക്കില്ല. നമ്മൾ ക്രിസ്ത്യാനിക്ക് പിന്നെ കണ്ടാലും കഴിഞ്ഞ കണ്ടില്ലേ. അവിടെ ഇങ്ങോട്ട് താമരശ്ശേരി ഏരിയയിൽ വെച്ച് പാതിര കുർബാനയ്ക്ക് പോയിട്ട് അമ്മേനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോയി മുസ്ലിമിൻ്റെ കൂടെ പോയി തോന്നിട്ട് രാത്രി പിടിച്ച് നിങ്ങൾ പേപ്പർ വായിച്ചില്ലേ? വായിച്ചാ ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്. പാതിര കുർബാനയ്ക്ക് പോയത് അമ്മയുടെ കൂടെ കൊച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. യേശുവേ, ഇതാണ് പിശാചിൻ്റെ ലോകം. അതിന് പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധം ജയിക്കണമെങ്കിൽ ഈ അടിസ്ഥാനം, അല്ലെങ്കിൽ ഈ അത്ഭുതങ്ങൾ തേടി രോഗശാന്തി നേടിയിരുന്ന അതിൻ്റെ പിന്നാലെ പോകുള്ളൂ. കർത്താവിനെ തേടി പോയാൽ ഒരൊറ്റാണ് വഴി പോവില്ല. മാനസാന്തരപ്പെട്ട് കൂദാശകൾ സ്വീകരിച്ച് തമ്പുരാന് കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റൂല. എല്ലാവർക്കും നമ്മുടെ പിള്ളേർക്കൊക്കെ എന്താ ചെയ്യണേ? ഞായറാഴ്ച കുർബാനയ്ക്ക് പോയാലും കുഴപ്പമില്ല, എൻട്രൻസ് കോച്ചിങ് കൂദാശയെല്ലാം കുഴപ്പമില്ല, ബാക്കി പല കാര്യങ്ങളും അപ്പോൾ വല്ല സ്ഥലത്തും ഉണ്ടാക്കും. കൂദാശയും പ്രാർത്ഥനയുള്ള സ്ഥലം നോക്കി ഉണ്ടാക്കുക. ആദ്യം ഫസ്റ്റ് തിങ് യു ഹാവ് ടു സെർച്ച്. എൻ്റെ കൊച്ചു പഠിക്കാൻ പോണ സ്ഥലത്ത് ദൈവാലയം ഉണ്ടോ, ഇല്ലെങ്കിൽ വിടണ്ടെന്ന്. എന്തിനാ വിടണം? നീ ആ കൊച്ചു പഴച്ചു നശിച്ചു. ഹല്ലേലൂയ. ഒരു ഡിഗ്രി കിട്ടാൻ വേണ്ടി ദൈവത്തെ വിട്ടിട്ടൊക്കെ പോണ പരിപാടി അത് നമ്മൾ ഇനി ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് ദൈവത്തെ കൂടെ നിർത്താൻ കോംപ്രമൈസ് ഇല്ലാത്ത തലത്തിൽ നമ്മൾ ജീവിതത്തെ കരുപിടിപ്പിക്കുക, ബലപ്പെടുത്തുക. അവിടെ കർത്താവ് ഉണ്ടാവും. അവിടെ കർത്താവ് വിശ്വസ്തനാ. കട്ടയ്ക്ക് നിന്ന് പോരാടും നമുക്ക് വേണ്ടി ദൈവം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനനുസരിച്ച് കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള കുരിശ് ചുമക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് ദാവീദ് പറഞ്ഞ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, കാരണം കർത്താവിൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ആത്മീയതയിലേക്ക് വാ. അങ്ങനെ ഒരു സൈന്യമായിട്ട് മാറി കർത്താവിൻ്റെ കൂടെ നിർത്തി യുദ്ധം ചെയ്യുന്നവരായിട്ട് കുടുംബത്തിലും ജീവിതത്തിലും ബിസിനസ്സിലും. നമ്മളൊക്കെ തോറ്റിലുള്ള മക്കൾ. ബിസിനസ്സിൽ തോറ്റു, ജോലിയിൽ തോറ്റു, പഠനത്തിൽ തോറ്റു, പൗരോഹിത്യത്തിൽ തോറ്റു, കുടുംബജീവിതത്തിൽ തോറ്റു, ഒക്കെ തോറ്റ് തുന്നം പാടുക. കാരണം എന്താണ്? കർത്താവ് കൂടെ ഇല്ല. പക്ഷേ ദൈവം കൂടെ നിന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ ആർക്കുമേ സാധിച്ചിട്ടില്ല. ഇത്രേ ഉള്ളൂ നമ്മുടെയൊക്കെ ആത്മീയത. അവിടെ അച്ഛനിപ്പം പറയാറില്ലേ, സ്പിരിച്വാലിറ്റി ഈസ് എ റിലേഷൻഷിപ്പ്, ഒരു ബന്ധമാണ്. അതിന് നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ച്, അല്ല ഈശോ പറഞ്ഞ, ഞാൻ നിന്റെ വാതിൽക്കൊന്ന് മുട്ടുന്നുണ്ട് മോളെ, തുറന്ന് തന്നാൽ മതി, ഞാൻ അകത്ത് വരും. ഐ ആം റെഡി ടു കം ഇൻ. നിന്റെ ഉള്ളിലേക്ക് വരാൻ ഞാൻ റെഡിയാണ്. കർത്താവിനെ വിളിക്കുക, കർത്താവ് വന്നില്ല. യുദ്ധത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ, മറക്കരുത്. വി ആർ ഇൻ എ സ്പിരിച്വൽ വാർ. ഒരാത്മീയ യുദ്ധത്തിലാണ്. അത് ചുമ്മാ കണ്ണി കണ്ട ഇത് പഠിച്ചോ നീ ജയിക്കാൻ പറ്റില്ല. സോ വി നീഡ് ദ പവർ ഫ്രം അബവ്. സ്വർഗത്തിൽ നിന്ന് സഹായം വേണം. സ്വർഗാത്മാക്കളുടെ, ദൈവാത്മാവിൻ്റെയും മാലാഖമാരുടെയും സാന്നിധ്യവും ഇടപെടലും വേണം. അല്ലാതെ ജയിക്കാൻ പറ്റില്ല. അപ്പോൾ മാത്രമല്ല, ഈ പിശാചിനെ പ്രവൃത്തി ചെയ്യും തോറും പിശാചിന്റെ ശക്തി കൂടി വരുവാ. ലോകം മുഴുവൻ സംഭവിക്കണേ. ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, വ്യഭിചാരം, കൊലപാതകം, ഗേ മാരേജ്, ദൈവിക നിന്ദകള്, പ്രമാണ ലംഘനങ്ങള്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പിശാച് ഇങ്ങനെ പവർ തീറ്റ കിട്ടി വളർന്ന പോലെ വളർന്നുകൊണ്ടിരിക്കുക. സോ എവരിവെയർ, ഇവർ നമ്മളെ ഇറങ്ങുന്നിടത്തൊക്കെ ഈ നെഗറ്റീവ് പവർ ശക്തമാണ്. പ്രാർത്ഥിക്കാനൊക്കെ എന്ത് വിഷമം എന്നറിയപ്പോൾ പറ്റണില്ല. ഭയങ്കര ക്ഷീണം, ഭയങ്കര മടുപ്പ്, ഭയങ്കര ഉറക്കം വന്നു. ഇതിനൊക്കെ ഒരു നെഗറ്റീവ്. അതുകൊണ്ട് ഞങ്ങൾ പറയപ്പെടും, നമ്മൾ യുദ്ധം ചെയ്യണം, കർത്താവിന് കൂടെ നിർത്താൻ വിളിച്ച് പ്രാർത്ഥിക്കണം.